എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് മൂന്നാം ഭാഷയായിട്ടുള്ള ഹിന്ദിയാണ്. ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ് പരീക്ഷയായിരുന്നു. ചില വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ആയിരിക്കും, ചില വിദ്യാർത്ഥികൾക്ക് ജനറൽ നോളജിൻ്റേതായിരിക്കും ഇന്നത്തെ പരീക്ഷ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനിയുള്ള പരീക്ഷകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് A+ നേടാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. അതായത് ഊർജ്ജതന്ത്രം, അതായത് ഫിസിക്സ്, അതുപോലെ രസതന്ത്രം, കെമിസ്ട്രി, അതുപോലെ തന്നെ ജീവശാസ്ത്രം, ബയോളജി എന്നിങ്ങനെ ഈ ഒരു 3 സബ്ജക്റ്റും നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഇനിയുള്ള ഈ ഒരു 3 സബ്ജക്റ്റും നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ കിട്ടാനുള്ള സാധ്യത കൂടിയ സബ്ജക്റ്റുകളാണ് ഈ ഒരു ഊർജ്ജതന്ത്രം, അതുപോലെ രസതന്ത്രം, അതുപോലെ ജീവശാസ്ത്രം എന്നിങ്ങനെയുള്ള 3 വിഷയങ്ങൾ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ്, ഇവയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഹിന്ദി ആയതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ കുറച്ച് ടഫായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ, അതായത് നിങ്ങൾക്ക് 10 മാർക്ക് CE കിട്ടാൻ സാധ്യതയുള്ള ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് 9 മാർക്ക് മാത്രമേ CE കിട്ടാനുള്ള സാധ്യത ഉള്ളൂ എങ്കിൽ നിങ്ങൾ 6 മാർക്ക് കിട്ടിയാലാണ് ജയിക്കുക. ഈ ഒരു 6 മാർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ടോട്ടൽ നോക്കുന്ന സമയത്ത് 15 മാർക്കാണ് നിങ്ങൾക്ക് ആകെ കിട്ടുക. 15 എന്ന് പറയുമ്പോൾ D+ ഗ്രേഡാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ പരീക്ഷ ജയിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു A+ കിട്ടാനായിട്ട് ഇന്നത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. A+ കിട്ടാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, ഇന്നത്തെ പരീക്ഷ 40 മാർക്കുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കാണ് CE ഉൾപ്പെടെ വേണ്ടത്. അതിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ ഒരു 5 or 6 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഇന്നത്തെ പരീക്ഷ ജയിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് A+ കിട്ടണം എന്നുണ്ടെങ്കിൽ 35 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു 35ഉം 10 മാർക്ക് CE കൂട്ടുന്ന സമയത്ത് 45ആണ് ഈ ഒരു A+ കിട്ടാനായിട്ട് ടോട്ടലായിട്ട് വേണ്ടത്. ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്കൊരു 35 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് A+ ഗ്രേഡ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് മറ്റ് ഗ്രേഡുകളുടെ കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് A+ കിട്ടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു 35 മാർക്കാണ് മിനിമം നേടേണ്ടത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് A+ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പരീക്ഷയിൽ 35 മുതൽ 40 വരെ മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് A+ കിട്ടുക. അതുപോലെ 30 മുതൽ 34 വരെ കിട്ടിയാലാണ് A ഗ്രേഡ്, 25 മുതൽ 29 വരെ മാർക്ക് കിട്ടിയാലാണ് B+ ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ 20 മുതൽ 24 വരെ മാർക്ക് കിട്ടിയാലാണ് B ഗ്രേഡ് കിട്ടുക. അതുപോലെ 15 മുതൽ 19 വരെ മാർക്ക് കിട്ടിയാൽ C+ ഗ്രേഡും, 10 മുതൽ 14 വരെ മാർക്ക് കിട്ടിയാൽ C ഗ്രേഡും, 5 മുതൽ 9 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് D+ ഗ്രേഡുമാണ് കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മിനിമം ജയിക്കാൻ വേണ്ടത് D+ ഗ്രേഡാണ്. ഇതിനും താഴെയായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും, അതായത് 5 മാർക്കിന് താഴെയായിട്ട് 0 മുതൽ 4 വരെ മാർക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് DO EO ആണ് കിട്ടുക. അപ്പോൾ DO EO ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതാണ്. പിന്നീട് SSLC പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയുള്ള ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെയുള്ള ഈ 3 സബ്ജക്റ്റും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസം വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.